ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടി മറ്റൊരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കണ്ടൻറ്റുമായി ഞാൻ വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാനുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന വംശീയ കലാപം. അത് എത്രത്തോളം രൂക്ഷമായിരിക്കുകയാണ് ഈ സമയത്ത്. ഇതൊക്കെ ചർച്ചയ്ക്ക് എടുക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ ഇത് എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും ചിന്തയുണ്ടാകാതിരിക്കില്ല. കാരണം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തേക്കുക, അല്ലെങ്കിൽ മറന്നു കളയുക എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരും കാണും. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ അയൽ രാജ്യത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് അങ്ങേയറ്റം നമുക്ക് ആത്മാർത്ഥതയുള്ള ഏതൊരു ഭാരതീയനും, അല്ലെങ്കിൽ ദേശീയ ബോധമുള്ള ഏതൊരു ഭാരതീയനും അത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ അയൽ രാജ്യമായ ഈ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ 1947 മുമ്പ് ഒന്നിച്ചു കിടന്ന ഒരു രാജ്യമാണത്. അത് നമ്മൾ ഒന്നായി ഇരുന്ന രാജ്യമാണ്. അതിനുശേഷം വിഭജന കാലത്താണ് ബംഗ്ലാദേശ് എന്ന് പ്രത്യേക രാജ്യമായിട്ട് കൊടുക്കേണ്ടി വന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. പരസ്പര സഹോദര്യം ത്തോടുകൂടി തന്നെ സഹോദരങ്ങളായി തന്നെ കഴിഞ്ഞു പോന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ചില തീവ്ര ചിന്താഗതികളുള്ള ഒരു മുസ്ലിം വിഭാഗം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പേര് പറയുന്നതിന് നമുക്ക് ഒരു മടിയും വേണ്ട. കാരണം അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് ഈ വംശീയ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ കൂടുതലും ഈ വംശീയ കലാപത്തിന് ഇരയാകുന്നവർ ഹിന്ദു നാമധാരികളാണ് എന്നുള്ളത് പ്രത്യേകം അറിയണം. കാരണം ഹിന്ദു നാമധാരികൾ അവിടെ അവർ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയോ അങ്ങനെ ഒന്നും ഒരു നോട്ടമില്ലാതെ ഇപ്പം അവസാനമായി നമുക്കറിയാൻ കഴിഞ്ഞ വാർത്ത എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ പ്രദീപ് ഭൗമിക് എന്ന ഒരു നേതാവിനെ തലകീഴായി വധിച്ചതിന് ശേഷം, കൊലപ്പെടുത്തിയതിന് ശേഷം തലകീഴായി നിർത്തി ഇടിക്കുകയൊക്കെ ചെയ്യുന്ന സീനുകൾ, അതിക്രൂരമായി ചെയ്യുന്ന സീനുകൾ നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടു, നിങ്ങളും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വലിയ വലിയ ദേശീയ ചാനലുകളിൽ, അന്തർദേശീയ ചാനലുകളിൽ ഇപ്പോൾ വരാൻ തുടങ്ങി ഇത്തരം ന്യൂസുകളൊക്കെ. അപ്പോഴും നമ്മുടെ ഭാരതത്തിൻ്റെ രക്ഷ കാക്ഷിക്കുന്ന സ്വദേശീയരായ നമ്മുടെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് എതിർക്കേണ്ട ഒരു സമയമാണിത്. ഇങ്ങനെയുള്ള വംശീയ കലാപങ്ങളിൽ, പ്രത്യേകിച്ച് ഭാരതം പോലുള്ള ഒരു രാജ്യത്ത്, ഇന്ത്യയിൽ ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരു തരത്തിലും എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ മണിപ്പൂരിലാണെങ്കിലും അവിടെ വംശീയ കലാപം ഉണ്ടായപ്പോൾ മണിപ്പൂരിലെ വംശീയ കലാപം ആ സ്റ്റേറ്റിനുള്ളിൽ തന്നെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന വംശീയ കലാപമാണ്. ആ വംശീയ കലാപത്തെ പോലും നമ്മളിവിടെ കൊട്ടിഘോഷിച്ച് അവരാണ് നമ്മുടെ ഇവിടുത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ എന്ന് നമുക്ക് അറിയാം. ഇപ്പോഴും അതുതന്നെ തുടർന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രത്യേക മതവിഭാഗം അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടന നയിക്കുന്ന ഒരു വംശീയ കലാപം, അതിനെ എതിർത്ത് പറയുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ന് ഇവിടെ ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ ഒരു കാര്യം. അത് ഇപ്പം അവസാനമായി അറിയാൻ കഴിഞ്ഞത് CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അവരുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. സീതാറാം യെച്ചൂരി അദ്ദേഹം പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അവരുടെ പേര് പ്രതിപാദിക്കാതെ, അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പോലും പ്രതിപാദിക്കാതെ ഇതിനെ അപലപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതുപോലെ കോൺഗ്രസ് എന്ന ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ഇതിനെ ശക്തിയുക്തം ഇതുവരെ യാതൊരു പ്രസ്താവനയും ഇറക്കിയിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു സത്യമാണ്. ഒന്നിച്ചു നിന്ന് നമ്മുടെ ഭാരതത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഒന്നിച്ചു നിന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ വംശീയ കലാപത്തിന് എതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവരൊന്നിച്ചു നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെന്താണ് താല്പര്യപ്പെടുന്നത്? നമുക്ക് വ്യക്തമായിട്ടറിയാം, പകൽ പോലെ വ്യക്തമാണ്. വോട്ടിൽ കണ്ണു നട്ടിരിക്കുന്ന കുറച്ച് രാഷ്ട്രീയ പാർട്ടികളാണ് നമുക്ക് ഇന്നൊക്കെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത്. അവരുടെ നേതാക്കന്മാർ ഒരക്ഷരം ഉരിയാടുകയില്ല എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ,
ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം ഉണ്ടായപ്പോൾ ഹമാസിൻ്റെ ഒരു തീവ്രവാദ സംഘടന തന്നെയാണ് അവർ എന്ന് മുദ്രയടിക്കപ്പെട്ടിട്ടുണ്ട് അന്തർദേശീയ തലത്തിൽ തന്നെ. അപ്പോൾ അവർക്കെതിരെ പോലും ഒരക്ഷരം മിണ്ടാതെ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ നിയമസഭയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയും അത് പ്രമേയം പാസ്സാക്കുകയും ചെയ്ത ഒരു സംസ്ഥാന സർക്കാരും നിലനിൽക്കുന്നുണ്ട് ഇവിടെ കേരളത്തിൽ. അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളിലും അന്തർദേശീയ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട് പ്രമേയം പാസ്സാക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ധൈര്യമുണ്ടെങ്കിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം എന്ന ഭേദമില്ലാതെ കേരളത്തിൽ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടൊരു പ്രമേയം പാസ്സാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അത് ആലോചിക്കുക. എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും. ഇന്ന് പകൽ പോലെ വ്യക്തമാണ് പറയും, രാത്രി പോലെ ഇരുട്ടാക്കുന്ന ഒരു പരിപാടി ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഉണ്ട്. കണ്ണടച്ച് ഇരുട്ട് നടിക്കുക അല്ലെങ്കിൽ ഇരുട്ടാക്കുക എന്നുള്ളൊരു പരിപാടി. കാരണം അതൊന്നും കണ്ടില്ല എന്ന് അല്ലെങ്കിൽ മറക്കുക എന്നുള്ള ഒരു ബോധത്തോടു കൂടി തന്നെ പ്രസ്താവനകൾ പറയുക അല്ലെങ്കിൽ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ നിലപാട്. കാരണം മറ്റൊന്നുമല്ല, ഇനിയും വരാനിരിക്കുന്ന ഭാവിയിലുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും ഈ വോട്ട് ബാങ്ക് അത് ഒരു വലിയ പ്രശ്നമാണ് അവർക്കൊക്കെ. കാരണം നമ്മുടെ രാജ്യത്തും ഇതുപോലെയുള്ള ഒരു കലാപം ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. ഇങ്ങനെ ഒരിക്കലും ഒരു കലാപം ഉണ്ടാകാൻ ഒരു രാജ്യവും ആഗ്രഹിക്കത്തില്ല, നമ്മളും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരു കലാപമൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയാലത്തെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ, അത് എവിടെ വരെ ചെല്ലുമെന്ന്. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ, ഇവിടെ ഒരു കലാപവും ഉണ്ടാകില്ല എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും കേരളത്തിലെ ഇന്ന് നട്ടലില്ലായ്മ കാണിക്കുന്ന ഈ സർക്കാർ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രതിപക്ഷ പാർട്ടിയും സർക്കാരും ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കി നട്ടലുണ്ടെന്ന് പ്രൂവ് ചെയ്യുകയും വോട്ട് ബാങ്ക് അല്ല അവരുടെ പ്രശ്നം, അവരുടെ കാര്യം. കാരണം ഇങ്ങനെയുള്ള കലാപങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി മുൻകരുതലായിട്ടെങ്കിലും ഒരു പ്രമേയം പാസ്സാക്കാൻ അവരെ കൊണ്ട് സാധിക്കുമാറാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ഒരു സാധാരണ മലയാളിയെ പോലെ എൻ്റെ അഭിപ്രായം ഞാൻ തുറന്നു പറയുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം കമൻ്റായിട്ട്. അപ്പോൾ വോട്ട് ബാങ്ക് അല്ല, നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പാണ്, പ്രജകളുടെ സമാധാനമാണ് നമുക്ക് ആവശ്യം എന്ന് തെളിയിക്കുമാറാകട്ടെ. അപ്പോൾ ഈ സർക്കാർ അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നവർക്ക്